ഹായ് ഓൾ, ഞാൻ നിങ്ങളുടെ സനു. പ്രവാസി ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി നീതു ഫൈസൽ, പ്ലേബാക്ക് സിംഗറാണ്. പ്ലസ് ആള് ഐഡിയ സ്റ്റാർ സിംഗറിലെ സെമി ഫൈനലിസ്റ്റ് ആണ് 2009. ആൻഡ് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉള്ള ഒരാളാണ്. ഹായ് നീതു, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം സനൂപേ, അവിടെ എന്താ വിശേഷം? ഇവിടെ നല്ല വിശേഷം. ജോലി കഴിഞ്ഞു, ജസ്റ്റ് ഇവിടെ വന്നു. പുറത്ത് ചെറിയ മഴയുണ്ട്, അതല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. സാധാരണ ഈ ഒരു മഴയും നമ്മുടെ നല്ലൊരു പാട്ടും ഒരു ചായയും ഒരു ചായക്കടിയും സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ അതൊന്നും കാനഡയിൽ അതാണ് കുഴപ്പമില്ല. ഇവിടെ ടിമോട്ടൻസിൽ പോയി ചായ കുടിക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ല. നീതു, താങ്ക് യു വെരി മച്ച്. ഈ ഒരു സമയത്ത് ഉണർന്നിരുന്ന് എനിക്ക് ഒരു ബൈറ്റ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. നീതുവിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും നീതു എനിക്കും സന്തോഷം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ നീതുവിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യണത് എനിക്കറിയാം. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കാരണം കുറച്ച് സ്റ്റോറിയൊക്കെ എനിക്കറിയാം. അതായത് 2ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയെന്ന് എനിക്കറിയാം. സോ അത് എങ്ങനെയാണ് ആ ഒരു സ്റ്റേജിൽ അറിയായിരുന്നോ നീതുവിന്റെ ഒരു സ്കില്ല് ആരാണ് കണ്ടെത്തിയത്? പാട്ട് പാടുന്ന സ്കില്ല് എന്റെ അച്ഛന്റെ അനിയന്റെ വൈഫാണ് കണ്ടെത്തിയത്. മേമയാണ് എന്റെ ആദ്യ ഗുരു. പിന്നീട് ആണ് ശോഭ ടീച്ചറാണ് പിന്നെ എന്റെ ഗുരു. അവിടെ നിന്നാണ് അങ്ങനെ എന്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 5th സ്റ്റാൻഡേർഡ് മുതൽ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് ഇപ്പോഴും കൊണ്ടുപോകുന്നു. ഏകദേശം 10-28 വർഷമായിട്ട് സ്റ്റേജിൽ പാടുന്നുണ്ട്. 20 ഇയേഴ്സായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. അടിപൊളി. സോ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. 28 കൊല്ലമായിട്ട് ഈ ഒരു ഫീൽഡ് ഉണ്ടായിട്ട് പക്ഷെ ഇങ്ങനെ തോന്നുന്നുണ്ടോ, ഞാൻ ഒരിക്കലും ഒരു മെയിൻ സിംഗർ ആവാൻ പറ്റിയില്ലല്ലോ? അതായത് ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്താലും 28 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പ് ലെവലിലെത്തും. അപ്പൊ നീതു അതായത് മെയിൻ സ്ട്രീം, ഇപ്പൊ നമ്മൾ പറയാം ജോഡ്സിന്, അപ്പൊ ഏതെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ വിധു പ്രതാപ് അല്ലെങ്കിൽ സിംഗേഴ്സ് ഉണ്ടല്ലോ, ഏകദേശം അത്ര എക്സ്പീരിയൻസ് ഉണ്ട് നീതുവിന്. സോ അത് ഓർക്കുമ്പോ ഒരു വിഷമമുണ്ടോ? ഞാൻ നെഗറ്റീവ് ചോദിക്കാൻ തോന്നുന്നില്ല. ഇല്ല, ഒരിക്കലും വിഷമില്ല. ഒരു സിംഗർ അല്ലെങ്കിൽ മ്യൂസീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പ്ലേബാക്ക് സിംഗിങ് ഫിലിം ഇൻഡസ്ട്രി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആക്ച്വലി ഞാനിപ്പോ റൈറ്റ് വേയിലാണെന്നാണ് വിശ്വസിക്കണേ. ഇപ്പൊ ഒരു 28 ഇയേഴ്സ് ആണെങ്കിലും ഫ്രണ്ട് ലൈനിലുള്ള ഏതൊരു ബാൻഡ് എടുക്കുകയാണെങ്കിലും ഏതൊരു മ്യൂസിക് ടീം എടുക്കുകയാണെങ്കിലും ആ ഒരു ഫ്രണ്ട് ലൈനിൽ ഈ 28 ഇയേഴ്സ് ആയിട്ട് എനിക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രല്ല എനിക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ എന്റെ ഒരു സിഗ്നേച്ചർ ഇവിടെ ലീവ് ചെയ്തിട്ട് പോകണം എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു റൈറ്റ് പാർട്ടി കൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ആക്ച്വലി അതിന്റെ ഒരു മുന്നോടിയായിട്ട് തന്നെയാണ് നമുക്കിപ്പോ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ബാൻഡിന്റെ തെക്കിൻകാട് ബാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഉണ്ട്. പിന്നെ വിനീത് ശ്രീനിവാസന്റെ ബാൻഡിലും പാടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഷോസ് കുറച്ചും കൂടെ ലൈവായപ്പോ എനിക്ക് അതിൽ നിന്ന് നീങ്ങി നിൽക്കേണ്ടതായിട്ട് വന്നു. മാത്രല്ല ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു സിഗ്നേച്ചറോടെ ലീവ് ചെയ്തിട്ട് വേണം പോവാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ ലീഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ബാൻഡ് റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നീല എന്നാണ് മ്യൂസിക് ബാൻഡിന്റെ പേര്. അപ്പൊ അങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു വിനീത് ശ്രീനിവാസന്റെ വിനീതന്റെ ബാൻഡിൽ ഇപ്പൊ നീതു പാടുന്നുണ്ടായിരുന്നെ. നീതും ഞാനിങ്ങനെ ഓൺലൈൻ അല്ലായിരുന്നു, ഇപ്പഴത്തിരുന്ന് സംസാരിച്ചേനെ. പോസ്റ്റൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഞാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂടായിരുന്നു. വിനീതന്റെ പോസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു. ഓക്കെ. എത്ര കാലം വിനീതന്റെ ബാൻഡിൽ പാടിയിരുന്നു? ഒരു അറൌണ്ട് 5 to 6 ഇയേഴ്സ് പാടിയിട്ടുണ്ട്. ഓക്കെ. അടിപൊളി. സോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ അതായത് ഇപ്പോ പുറത്ത് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? അതായത് ദുബായിലോ അല്ലെങ്കിൽ കാനഡയിലോ അല്ലെങ്കിൽ UK-ലും അങ്ങനെ പ്രോഗ്രാംസ് ചെയ്യാറുണ്ടോ? UK-ലൊക്കെ വന്നിട്ടുണ്ട്. സോ UK-ല് മാത്രമാണോ അതോ GCC മിക്ക സ്ഥലത്തും പോയിണ്ടാവൂലേ? GCC ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും കവർ ചെയ്തിട്ടുണ്ട്. അത് തേക്കിൻകാടിന്റെ ബാനറിലാണോ അതോ? തേക്കിൻകാടും അതുപോലെ തന്നെ വിനീതേട്ടൻ അങ്ങനെ. പിന്നെ എന്റെ ഓൺ ഷോസ്, അതായത് നമ്മള് ഇൻഡിപെൻഡന്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ ഓൺ ഷോസിനും ഞാൻ പോവാറുണ്ട്, തേക്കിൻകാടിനും പോവാറുണ്ട്, വിനീതേട്ടന്റെനും ഒരുപാട് പോയിട്ടുണ്ട്. ഇനി നീതുവിന്റെ ഒരു ഓൺ ഷോ ആയിട്ട് കാനഡയിൽ വരാൻ സാധിക്കട്ടെ. അതിന് ഈശ്വരന്റെ അനുഗ്രഹം. ഉറപ്പായിട്ടും അതൊക്കെ എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിലുള്ളതാണ്. രാവിലെ അത് ചെയ്യാറുണ്ടോ? ഞാനങ്ങനെ അങ്ങനെ വെച്ചാൽ ജാക്കറ്റ് ഒക്കെ ഇട്ട് ശീലിക്കണം, തണുപ്പൊക്കെ, അതൊക്കെ ഒന്ന് മാനിഫെസ്റ്റേഷനിൽ അതൊക്കെ ചെയ്യാലോ.
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും പറഞ്ഞു ഞാൻ ആലോചിക്കണത് വേറൊരു സംഭവം ഉള്ളത്, അതായത് ഇപ്പൊ വിനീതേട്ടൻ ഒക്കെ വന്ന് ഇവിടെ പാടുന്നു, അല്ലെങ്കിൽ വലിയ സിംഗേഴ്സ് വരുന്നു, ഓക്കെ, ഇവിടെ വന്ന് പാടുന്നു, അപ്പൊ അതിനൊരു എക്സ്പെൻസ് ഉണ്ടാവും. ആ ഒരു എക്സ്പെൻസ്, ആ ഒരു പ്രോഗ്രാം ഉണ്ട്, നമുക്കറിയാലോ. അതേസമയം നീതു ഒക്കെ അല്ലെങ്കിൽ തേക്കിൻകാടൊക്കെ വരുമ്പോ അത്ര ആൾക്കാരെ ഫെയിം അനുസരിച്ചാണോ പുറത്തേക്ക് ആൾക്കാർ വിളിക്കുന്നത്? അതെന്താ നീതു, അതിനെ പറ്റി എന്താ പറയാ? ആൾക്കാരെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോ പ്രോഗ്രാമിന് നിങ്ങൾ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യും? അതായത് പ്രോഗ്രാമിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരിക്കലും ഇല്ല. ഇപ്പൊ നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഒരു അവസരം അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ലോസ് അവിടെ സംഭവിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ടിക്കറ്റ് പ്രൈസും കുറവായിരിക്കും, നമ്മുടെ ഒരു പ്രൈസും കുറവായിരിക്കും, പക്ഷെ ഷോയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല, വർത്തായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മള് വിനീതന്റെ പരിപാടിയോട് കൊണ്ടുവന്നു, ഞാനല്ല കൊണ്ടുവന്നിട്ടാ, സോറി, വിനീതന്റെ പരിപാടി കൊണ്ടു ഇവിടുത്തെ ടിക്കറ്റ് ഷോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ നീതു അല്ലെങ്കിൽ തേക്കിൻകാട് ബാൻഡ് അല്ലെങ്കിൽ നീതുവിന്റെ പോലെ ഉള്ള ഒരു ആൾക്കാർ, അതായത് ആ ഒരു ലെവലില്, ആ ഒരു ഹൈ റേഞ്ചിലല്ല, ഫേസ് വാല്യൂ ഇല്ല, ബട്ട് പ്രോഗ്രാമിൽ ഒരു കോംപ്രമൈസ് ഇല്ല. കാരണം 28 years ആയിട്ട് ഈ പാട്ടിലുള്ളതാണ്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ കോസ്റ്റ് ഏകദേശം ഹാഫ് ആവും അല്ലേ? അപ്പൊ ടിക്കറ്റ് ചാർജ് ഹാഫ് ആവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവർക്കും ഒരു ഭയങ്കര ഈസി ആയിട്ട് സാധാ ഒരു പ്രോഗ്രാം കാണുന്ന പോലെ ഇതുപോലത്തെ ഒരു എന്താ പറയാ ഹെവി പ്രോഗ്രാം കാണാൻ പറ്റും അല്ലെ? തീർച്ചയായിട്ടും നമുക്ക് അതില് ഷോയുടെ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. നോട്ട് ദ പോയിന്റ്. നിങ്ങളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാ ഇങ്ങനെ ചിന്തിക്കാച്ച വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു റീസെന്റ് നമ്മൾ തൃശ്ശൂർ പൂരം പ്രോഗ്രാം ദുബായിൽ വെച്ചിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ നമുക്ക് ഒരുപാട് ഓപ്ഷൻസിൽ നിന്നാണ് നമ്മളെ സെലക്ട് ചെയ്തത്. തേക്കിൻകാട് ബാൻഡ് വിത്ത് ആട്ടംകലാ സമിതി നമ്മൾ ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്, ചെണ്ടമേളായിട്ട് ഫ്യൂഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബാൻഡ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, തേക്കിൻകാട് വിത്ത് ആട്ടം. അപ്പോ നമ്മള് ജാസി ചേട്ടൻ ജാസി ഗിഫ്റ്റിനെയാണ് ഫീച്ചർ ചെയ്തിരുന്നത്. അപ്പൊ അവിടെ എന്താ പറയാ, നമുക്ക് അവിടെ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് വരാൻ പറ്റി. അപ്പൊ നമുക്കൊരു വെല്ലുവിളി തന്നെയായിരുന്നു ഒരു പ്രോഗ്രാം. കാരണം ആ സെയിം തൃശ്ശൂർ പൂരം എന്നുള്ളൊരു കൺസെപ്റ്റില് 2 ടീം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ അവിടെ ഒരു എന്താ പറയാ, നമുക്കൊരു മാർക്ക് അവിടെ ആ ഒരു സ്റ്റേജില് ഈസിയാണ് അല്ലെ? അതായത് നീതു തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം ആണെങ്കിൽ നീതുവിനെ വിളിക്കും, അല്ലെങ്കിൽ തേക്കിൻകാടിനെ വിളിക്കും അല്ലെ? കാരണം ഈ വർഷം നമുക്ക് ഇത് വന്നിട്ടുണ്ട്, എൻക്വയറി വന്നിട്ടുണ്ട്. അതേപോലെ ദുബായില് കുറെ ഷോസ് അതിനുശേഷം നമുക്ക് എൻക്വയറീസ് വന്നു. ഈവൻ നമുക്ക് സാധാരണ ഒരു എന്താ പറയാ ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരൊന്നും അല്ല, പക്ഷെ സ്റ്റിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ വാറിന്റെ ചെറിയ ഇഷ്യൂസ് കാരണം കൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, സോ ടി വി ഷോ എന്നാണല്ലേ തുടക്കം? ഏതായിരുന്നു ആദ്യത്തെ ടി വി ഷോ? എനിക്ക് തോന്നുന്നു ഐഡിയ സ്റ്റാർ സിംഗർ ആണോ? ഐഡിയ സ്റ്റാർ സിംഗർ ആണ്. ഓക്കെ, സോ ആ ഒരു അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാന്ന് പറയാൻ പറ്റുമോ? അതായത് നീതുവിന്റെ ആക്ച്വലി എന്റെ അച്ചീവ്മെന്റ് എന്ന് പറയാൻ എന്റെ ഒരു കരിയറിൽ എന്റെ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് അല്ല ചോദിക്കുന്നത്, സ്റ്റാർ സിംഗറിൽ വന്നിട്ടുള്ളത് അല്ല, മൊത്തത്തിലുള്ള ഒരു അച്ചീവ്മെന്റ്സ് അതൊക്കെ ഏതൊക്കെ സിനിമയിൽ പാടി അതൊക്കെ? സ്റ്റാർ സിംഗറിൽ വരുന്നതിന് മുന്നേ ഞാൻ ഓൾമോസ്റ്റ് ഒരു അറൌണ്ട് 100 ആൽബംസ്, അതേപോലെ തന്നെ ആഡ് ഫിലിംസ്, അതേപോലെ തന്നെ സീരിയൽ ടൈറ്റിൽ മ്യൂസിക്, അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് റെക്കോർഡിംഗ് ആ ഒരു മേഖലയില്. അതിനുശേഷം വെറുതെ ഒരു ഭാര്യ എന്ന ഫിലിമിൽ പാടി. അതിനുശേഷമാണ് സ്റ്റാർ സിംഗറിൽ വന്നത് 2009 സീസൺ 4 ചിത്ര ചേച്ചി ആദ്യമായിട്ട് വന്നിട്ടുള്ള സീസണില്. അതില് സെമി ഫൈനലിസ്റ്റ് ആയിരുന്നു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് സൂര്യ TV സംഗീത മഹായുദ്ധം അതില് വിന്നറായിരുന്നു. അതിനുശേഷം മകളുണ്ടായി. മോളുടെ കൂടെ ഏഷ്യാനെറ്റിൽ തന്നെ രാരീരം രാര എന്ന ഷോയില് നമുക്ക് ബെസ്റ്റ് ഫാമിലി അവാർഡും ബെസ്റ്റ് പെർഫോമർ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്പൂതിരി യുവാവറ്റ് 43 എന്ന് പറയുന്ന ഫിലിമിൽ പാടി. പിന്നെ 2-3 ഫിലിംസ് അങ്ങനെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് കോണ്ടാക്ട്സ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ഒരു കഴിവുള്ള ഒരാളല്ല ഞാൻ. ആ ഒരു പ്ലേബാക്ക് സിംഗിങ് മേഖലയിൽ എനിക്ക് ഒരു എന്താ പറയാ
നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ എപ്പോഴും കോണ്ടാക്ട്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അവരെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ഞാൻ കുറച്ച് പിന്നാക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു സിഗ്നേച്ചർ മാർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ അതിന്റെ ഓൺ പ്രൊഡക്ഷനിൽ തന്നെയാണ് അത് ആഗ്രഹിക്കുന്നത്. എന്നെ അവര് വിളിച്ചാലും ഇല്ലെങ്കിലും നമുക്കിപ്പോ ഈവൻ നമ്മുടെ കുറെ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മുടെ ഫ്രണ്ട്സ് ആണ്, അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ഹിഷാം ആണെങ്കിലും ഇപ്പൊ ഹിഷാം അബ്ദുൾ വഹാബ്, അതേപോലെ തന്നെ രഞ്ജിൻ രാജ്, അങ്ങനെ ഒരുപാട് ഇപ്പൊ മുൻനിരയിൽ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞാൻ ഇന്നേ വരെ നമ്മൾക്ക് എനിക്ക് അവസരം തരണമെന്നോ അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്, അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി വിളിക്കുമ്പോ അങ്ങനെയൊന്നും കാത്തിരിക്കുന്ന ആളല്ല. അതായത് മമ്മൂക്കോരെ പറഞ്ഞിട്ടുണ്ട്, ചാൻസ് ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കണം. നീതു ഒന്ന് ചാൻസ് ചോദിച്ചു. ഇന്നിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയിൽ പ്ലേ ബാക്ക് സിംഗിങ് അല്ല അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പൊ നമുക്കൊന്ന് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എക്സ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ നമുക്ക് ഒരു ഫിലിം ഇൻഡസ്ട്രീനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏറ്റവും കംഫോർട്ട് നീതുവിന് എന്താണോ അത് ചെയ്യലാണ് വേണ്ടത്. അതായത് ഇപ്പൊ അതെ, കാരണം ഇപ്പൊ ഒരുപാട് സിംഗേഴ്സ് ലൈക്ക് ആര്യ ദയാൽ, ഗൗരി ലക്ഷ്മി, ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള ഒരു എന്താ പറയാ സോഷ്യൽ മീഡിയ ത്രൂ ഫേസ് വാല്യൂ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്, നല്ല കഴിവുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ നമുക്കും എന്തെങ്കിലും തിരിച്ചറിയപ്പെടുന്ന ഒരു ഇതിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരിച്ചറിയപ്പെടുന്ന എന്തെങ്കിലും എത്തിപ്പെടണം എന്നാണ് ആഗ്രഹം. അതായത് ഫോർ എക്സാമ്പിൾ നീതുവിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അതായത് ഏതെങ്കിലും ഒരു സോങ്ങിനെ അതേ രീതിയിൽ പാടുന്നതാണോ, അതോ നീതുവിന്റെ രീതിയിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അങ്ങനെ പാടുവോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ അറിയാത്തത് കൊണ്ടല്ല, എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്റ്റൈലില് എന്റെ ഒരു വോയിസിൽ തന്നെ പാടാനാണ് എനിക്കിഷ്ടം. ഒരു എക്സാമ്പിൾ കാട്ടാൻ പറ്റുമോ? അതായത് ഒരു നോർമൽ സോങ് അപ്പൊ നീതുവിന്റെ കയ്യിൽ കിട്ടിയപ്പോ അത് നീതുവിന്റെ ഒരു രീതിയിൽ മാറ്റി പാടാൻ പറ്റുമോ? ഇപ്പൊ ഏതെങ്കിലും ഒരു സോങ് അതായത് നീതുവിന്റെ വേർഷൻ ഇപ്പൊ ചിത്ര ചേച്ചി പാടുന്നു, സുജാത ചേച്ചി പാടുന്നു, അത് എല്ലാരും പാടുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് അതിന്റെ ആ ശൈലിയിൽ മാറ്റല്ല. പക്ഷെ ഞാൻ ഇപ്പൊ ചില ആളുകളുണ്ടല്ലോ, ഇപ്പൊ ജാനകിയമ്മയുടെ പാട്ട് ജാനകിയമ്മയുടെ വോയിസിൽ തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് പാടാൻ ശ്രമിക്കാറുണ്ടല്ലോ. പക്ഷെ ഞാൻ എന്റെ വോയിസിൽ തന്നെയാണ് കൂടുതൽ, ഞാൻ നാച്ചുറലി അങ്ങനെ സിംഗ് ചെയ്യാനാണ് ട്രൈ ചെയ്യാറ്. ഞാൻ എന്റെ വോയിസിൽ തന്നെ. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ചില സിംഗേഴ്സ് ഉണ്ട് ഒരുപാട് സംഗതികളൊക്കെ എക്സ്ട്രാ ഇടും, ചില പാട്ടുകൾ എക്സ്ട്രാ കഴിയുന്നിട്ടൊരു വേറെ. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നീതു കേട്ടോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലിറിക്സ് തന്നിട്ട് നീതു അത് വേറെ രീതിയിൽ സംഗതികളൊക്കെ കയറ്റി പാടി തന്നിട്ടുണ്ട്. അത് നീതുവിന് ഓർമ്മയില്ല, കാരണം നീതു ഒരുപാട് അതായത് വേറെ അത് ഞാൻ എഴുതിയ ലിറിക്സ് തന്നെയായിരുന്നു. പക്ഷെ നീതു അത് എനിക്ക് വേറെ രീതിയിൽ അതിന്റെ ഒരു ഇതന്നെ മാറ്റി തന്നു. പക്ഷെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു നോർമൽ പാട്ട് ഇപ്പൊ പറയാ, നീതുവിന് ഇഷ്ടമുള്ള പാട്ട് ഏതാ? ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ പാടി അത് നീതുവിന്റെ വേർഷനിലേക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സംഗതികളൊക്കെ ഇട്ട്? അല്ല, നമ്മൾ ഇംപ്രവൈസേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പാട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല, ഇപ്പൊ ഇംപ്രവൈസേഷൻ അല്ല ഇപ്പൊ. നീതു ഒരു പാട്ട് പാട്, നമുക്ക് നോക്കട്ടെ. നീതു ഒരു പാട്ട് പാട്, ഒരു നോർമൽ രീതിയില് ഏതെങ്കിലും പാട്ട് മതി. ശീലയിൽ എന്റെ ഗന്ധർവനായി വരൂമീ പുഴയിൽ തണുത്തലിയും നീതാ രജനി നിന്നെ അറിയാം നിന്നോടറിയാൻ തിരയായും കടൽ ഞാൻ ശിലയിൽ ഇതില് നീതു കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ ഈ ഒരു സോങ്. ഞാൻ അത് ഉദ്ദേശിച്ചത് മനസ്സിലായി. അത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അത് എനിക്കറിയാം. അങ്ങനെ ആ ഒരു സംഭവം, അതാണ് ചോദ്യത്തിന്റെ ഒരു ആ ഒരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ അത്രയും കഷ്ടപ്പെട്ടത്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അതൊരു വിമർശനം ആയിട്ട് വരും. കാരണം ചില ഇപ്പൊ മ്യൂസിക് നമ്മളിപ്പോ റിയാലിറ്റി ഷോസിൽ
പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഒരു അവിടെ കൂടുതലും ആക്സെപ്റ്റബിൾ അല്ല, മീൻസ് നമ്മുടേതായിട്ടുള്ള ഒരു ശൈലിയിൽ കംപ്ലീറ്റ്ലി ഒരു പാട്ടിനെ ചേഞ്ച് ചെയ്യുന്നത് അവിടെ ആക്സെപ്റ്റബിൾ അല്ല. അതും ശരിക്കും പറഞ്ഞാൽ അതും വിമർശനം എന്ന് പറഞ്ഞാൽ ചിലത് ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്യും. അത് എന്താ കാരണം എന്ന് വെച്ചാൽ ചിലത് അത്രയും ഭംഗിയാവില്ല, പഴയതിനാവും ഭംഗി. അതാണ് കേൾക്കാനുള്ള സുഖമാണ്. നമ്മള് പാടുമ്പോ ചില മ്യൂസീഷ്യൻസ് പറയാറുണ്ട്, നമ്മള് ഒരു വരി തന്നെ 2 വട്ടമായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോ ആദ്യത്തെ കൃത്യമായിട്ടുള്ള ശൈലിയിൽ പാടി രണ്ടാമത്തെ റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ ഇംപ്രവൈസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് ചില മ്യൂസീഷ്യൻസ്. പിന്നെ നമ്മുടെ സ്കൂൾ ടൈം ഒക്കെ ഓർക്കുന്നുണ്ടോ? തന്റെ ഒപ്പം അന്ന് പാടിയ മറക്കാൻ പറ്റുമോ? ആരെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ? പിന്നെ നമ്മുടെ സീത, ശ്രീമ, ശ്രുതി, അഖില, 2 അഖിലമാരുണ്ടല്ലോ, പിന്നെ സൂര്യ, പിന്നെ സഞ്ജയ് സാജൻ ഇടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പഴയൊരു അർജുൻ ഉണ്ടല്ലോ, പിന്നെ ആരാ, പിന്നെ നമ്മുടെ ലക്ഷ്മി നമ്മുടെ RJ മിഥുൻ ചേട്ടന്റെ വൈഫ്. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഷോസിനോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ലക്ഷ്മിയുടെ ഫ്രണ്ടാണ് എന്നൊക്കെ പറയുമ്പോ, ലക്ഷ്മിയുടെ ഫ്രണ്ട് നിങ്ങളുടെ കൂടെയാണോ പഠിച്ചപ്പോ ഭയങ്കര പ്രൗഡാണ് നമുക്ക്. പക്ഷെ അത് ഞാൻ പിന്നെ ലക്ഷ്മിനെ കാണില്ല. നമ്മൾ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് പിന്നെ ലക്ഷ്മിനെ കാണാൻ പറ്റില്ല. സാധന കേട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. സാധനൊക്കെ ഇന്നൂടി വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്. അടിപൊളി. സോ അന്നത്തെ ഒരു ടൈമും എന്താ പറയാ, അന്ന് മറ്റേ ഒരു 10ാം ക്ലാസ്സും അല്ലെങ്കിൽ 9ാം ക്ലാസ് ആ സമയത്തൊക്കെ നീതു തന്നെയാണ് സ്റ്റേജിൽ എപ്പോഴും ഒരുപാട് പാട്ട് പാടി. അന്നറിയായിരുന്നു നീതൊരു വേറെ ലെവലിലും മാറുന്നു. സോ എന്താ പറയാ, ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഈ പറഞ്ഞ പോലെ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞ കാനഡയിലൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നീതു അല്ലെങ്കിൽ നീതുവിന്റെ ബാൻഡ് ഇവിടെ വരികയാണെങ്കിൽ അത്രയും അതായത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാംസ് അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോ ചിന്തിക്കില്ല, കാരണം ഫേസ് വാല്യൂ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ചിന്തയാവും. പക്ഷെ ഫേസ് വാല്യൂ ഒക്കെ മാറി ആ പ്രോഗ്രാംസ് നമ്മൾ ചിലപ്പോ അറിയില്ല. പക്ഷെ ഒരു 2 പാട്ട് മാറും. ആ ഒരു പ്രോഗ്രാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മതിയല്ലോ. സ്വാഭാവികമായിട്ട് ഞാൻ ഇവിടെ ടിക്കറ്റ് ചാർജ് ഒക്കെ ഒരുപാടായിട്ട് മാറും. മനസ്സിലായോ? അതായത് അതിന്റെ ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ $100 ടിക്കറ്റ് പറഞ്ഞാൽ എത്ര പേര് വന്ന് കാണുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് നീതൊക്കെ ആയിട്ട് എല്ലാരും വരുമ്പോ $50 വരുള്ളൂ അല്ലെങ്കിൽ $40 വരുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരാൻ പറ്റും. മനസ്സിലായോ? ഈസി ആയിട്ട്. അങ്ങനെയൊക്കെ വന്ന എന്താ പറയാ, നീതുനെ ഇവിടെ അടുത്ത് കാണാലോ. നമുക്കൊരുമിച്ച് വീണ്ടും ഈ ഒരു ഓൺലൈൻ മാറിയിട്ട് അടുത്തടുത്തിരുന്ന് ഇതേ പ്രോഗ്രാം വീണ്ടും സീസൺ 2 നമുക്ക് ഇറക്കാം. സോ ഇതാണ്. അപ്പോ ഇനി ഏതെങ്കിലും അപ്കമിങ് പ്രോജക്ട് പോലും വരുന്നുണ്ടോ ഈ അടുത്ത്? അതായത് പുതിയ ബാൻഡ് അല്ലാതെ? ഞാൻ പറഞ്ഞല്ലോ എന്റെ നീലൈവ് ബാൻഡ് ഉണ്ടല്ലോ. അപ്പൊ ആ ബാൻഡിൽ ഇപ്പൊ നമ്മള് 1 മിനിറ്റ് സീരീസ് നമ്മള് ഓരോ പേജ് കുറച്ചും കൂടെ ആക്റ്റീവ് ആവണം. നമ്മള് ഈ ഒരു ഇതിലുണ്ടെന്ന് അറിയണം, നമ്മുടെ ബാൻഡിനെ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പൊ നമ്മളൊരു 1 മിനിറ്റ് സീരീസ് ആണ് പുതിയതായിട്ട് നമ്മുടെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അതായത് വീക്ക്ലി വൺസ് നമ്മളൊരു 1 മിനിറ്റ് സീരീസ് പാട്ടുകള്. അടിപൊളി. അത് സ്റ്റാർട്ട് ചെയ്തോ അതോ തുടങ്ങാൻ പോവാണോ? അല്ല, നമ്മൾ ഓൾറെഡി ഇപ്പൊ നാളെ വേൾഡ് മ്യൂസിക് ഡേ ആണല്ലോ. അപ്പൊ നാളെ ഒരു പാട്ട്, ഐ മീൻ നമ്മുടെ ഓൺ കമ്പോസിഷൻ അല്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോങ്സ് നമ്മള് 1 മിനിറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നു, പ്രസന്റ് ചെയ്യുന്നു മാത്രം. നമുക്കത് കാണാം, പെട്ടെന്ന് കാണാം. നാളെ രാവിലെ അപ്ലോഡ് ചെയ്യും. നാളെ ഉണ്ടാവും. അപ്പൊ എല്ലാരും കാണണം, അഭിപ്രായം പറയണം, ഷെയർ ചെയ്യണം. എന്തായാലും ചെയ്യും. അപ്പൊ നീതുന്റെ ഇപ്പൊ നമ്മുടെ ബാൻഡ് എന്താ പറയാ, ബാൻഡിന് നമ്മള് നമ്മള് പ്രസന്റ് ചെയ്തത് ഫസ്റ്റ് ഒരു കേസറ എന്ന് പറയുന്ന ഒരു കവർ സോങ് ചെയ്തിട്ടാണ് നമ്മള് പ്രസന്റ് ചെയ്തത് നമ്മുടെ പബ്ലിക്കിന് മുന്നില്. അപ്പൊ അത് അത്യാവശ്യം വ്യൂസ് കിട്ടി. പക്ഷെ നമ്മള് കുറച്ചും കൂടെ വ്യൂസും അഭിപ്രായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്റെ പേജിൽ പോയിട്ട് എല്ലാരും അതും കാണണം എന്ന് ഞാൻ പറയാണ്. നമ്മള് ഈ വീഡിയോന്റെ കമന്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനില് ആ പേജിന്റെ ഡീറ്റെയിൽസ് അത് കാണണം, എല്ലാരും അഭിപ്രായം പറയണം. കാരണം നമ്മള് കുറെ പ്രതീക്ഷയില്, കാരണം ആരും അങ്ങനെ എടുത്ത് ചെയ്യാത്തൊരു സോങ് ആണ് നമ്മള്
ഈവൻ സ്റ്റേജിലാണെങ്കിലും ആരും പ്രസന്റ് ചെയ്യാത്തൊരു സോങ്, ഒരു റെയർ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തൊരു സോങ് ആണ്. അപ്പൊ എല്ലാരും അത് കാണണം. പിന്നെ ഇനിയിപ്പോ നമ്മൾ അതുപോലത്തെ കുറച്ചൊരു ബിഗ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ടോ, അപ്കമിങ് ആണ് അതൊക്കെ. അങ്ങനെ 2-3 നമ്മള് അതിന് പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാം ഭംഗിയാവട്ടെ, എല്ലാ കാര്യങ്ങളും ഉഷാറാവട്ടെ. എന്തായാലും നാളെ അത് അപ്ലോഡ് ചെയ്യുമ്പോ കാണും, എല്ലാവരും കാണുക. അതുപോലെ ആ ലിങ്ക് എനിക്ക് അയച്ചിട്ട് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കാര്യങ്ങൾ ചെയ്തോളാം. സോ നീതു, ടൈമിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. പുതിയൊരു അതിഥിയുമായി വീണ്ടും വരുന്നവരെ എല്ലാരും കാണാം. ടേക്ക് കെയർ, ബൈ. ഓക്കെ, അതുപോലെ സനൂപിന്റെ ഈ ഒരു എന്താ പറയാ പോഡ്കാസ്റ്റ് ചാനലിനും ഒരുപാട് ഉയരങ്ങളിൽ എത്താനും, അതുപോലെ തന്നെ ഇത് വലിയൊരു എന്താ പറയാ വലിയൊരു പ്രൊജക്റ്റ് ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നീതുന്റെ നാക്ക് പൊന്നാവട്ടെ. നീതുന്റെ നാക്ക് പൊന്നാവട്ടെ. ഓക്കെ സനൂപ്, സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കാണാം. ബൈ.